ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എൻ്റെ പേരൻസ് ഞാൻ സ്മോക്ക് ചെയ്തതിന് എന്നെ പിടിച്ചു. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ സം കൈൻഡ് ഓഫ് ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് എനിക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ് മുതൽ തന്നെ ആ ഒരു കൊറോണ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ +1 പഠിക്കുന്ന സമയത്താണ് പേരൻ്റ് ആദ്യമായിട്ട് ഇങ്ങനത്തെ സിഗരറ്റ് സ്മോക്ക് ചെയ്തതിനെ പേരൻ്റ് പിടിക്കണതും. ആൻറ്റി അന്ന് അങ്ങനെ പ്രോമിസ് ചെയ്തു, അന്ന് വലിയ സീനൊന്നും ആക്കാതെ ഈ സംഭവം ഉണ്ടാവില്ല, നീ ഇത് സംഭവം റിപ്പീറ്റ് ചെയ്യില്ല പറഞ്ഞാണ്ട് അന്ന് സംഭവം ഒരു പ്രോമിസ് ചെയ്തുകൊണ്ട് പേരൻറ്റിനായിട്ട് പ്രോമിസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഒരു ആഫ്റ്റർ 1 വീക്ക് ഇങ്ങനെ പേരൻറ്റ് പിടിച്ചതിന് ശേഷം ഇങ്ങനെ പ്രോമിസൊക്കെ ചെയ്തതിന് ശേഷം ആഫ്റ്റർ 1 വീക്ക് ഞാൻ വീണ്ടും എൻ്റെ ആ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ ഫ്ലിപ്പ് ആവലെടുത്തി. ആ പഴയ ഒരു ലൈഫ് സ്റ്റൈൽ ഡ്രഗൊക്കെ യൂസ് ചെയ്താൽ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ വീണ്ടും യൂസ് ചെയ്യലോ സംഭവങ്ങളൊക്കെ വീണ്ടും ഞാൻ യൂസ് ചെയ്യലെടുത്തി എന്ന് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതിലേറെ ക്വാണ്ടിറ്റി ഞാൻ കൂട്ടലെടുത്തി. ഫസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഡ്രഗ്സിലേറെ കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യലെടുത്തി. അങ്ങനെ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ ഏകദേശം ഞാൻ ഈ സംഭവം യൂസ് ചെയ്ത് ഇങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ അടുത്ത് അതിൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സംഭവങ്ങളാണ് ടൈം, മണി, പൈസയും സമയവും. ഇത് രണ്ടും ഞാൻ മെജോറിറ്റിയും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചിലവാക്കുന്നത് വേണ്ടിയിട്ട് ഈ ഡ്രഗ്സ് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്ത്. അങ്ങനെ ഞാൻ ഒന്നും കൂടി കൂടുതൽ കാലം ഇങ്ങനെ റിയലൈസ് ചെയ്യാതെ ഈ സംഭവങ്ങൾ കൂടുതലും ഞാൻ ഇതിൻ്റെ പൈസ ഈ സമയം കൂടുതലും ഡ്രഗ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ലൈഫിൽ ഇതെനിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കി തരില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ സംഭവം ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഏകദേശം ഇപ്പോൾ ഒരു 7 മന്ത് അല്ലെങ്കിൽ 8 മന്ത് ആയിട്ട് എല്ലാ സംഭവങ്ങളും സ്റ്റോപ്പ് ചെയ്ത് ഐ സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി. ചില ആൾക്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും കുറച്ചൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ നമ്മളെ രസത്തിന് വേണ്ടി യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും, ബട്ട് ഐ സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി. ഞാൻ അത് ഒറ്റയടിക്ക് നിർത്തിയല്ല, ഗ്രാജുവലി ടൈം എടുത്ത സംഭവം സ്റ്റോപ്പ് ചെയ്താണ്. നിങ്ങളെപ്പോൾ യൂസ് ചെയ്യണമെങ്കിലും കുറച്ച് മേ ബി ഇനിയിപ്പോൾ എപ്പോഴായാലും മന്ത്ലി വൺസ് ആയാലും ആ ഒരു റൂട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും, വീണ്ടും നമ്മൾ അഡിക്ഷനിലോട്ട് പോകും. സോ ഐ സ്റ്റോപ്പ്ഡ് കംപ്ലീറ്റ്ലി. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഡ്രഗ് അഡിക്ഷൻ പെർമനൻ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഏകദേശം ഒരു 9 മാസം ഒരു 10 മാസമൊക്കെ എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തു തന്നിരുന്നൊരു 3 സിമ്പിൾ സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ സംഭവമാണ് ചേഞ്ച് യുവർ സർക്കിൾ. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കും, നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻ വരിക അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷൻ്റെ റൂട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 90% ഒന്നെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിത്തെ ഏതെങ്കിലും കസിൻ്റെ ഇരുന്നോ നമുക്ക് അവിടെ നിന്നേക്കാരം നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങിയേക്കാം. നമ്മളെല്ലാവരും ഈ സംഭവങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയാണ്ട് അവിടെ നിന്നേക്കാരം. ഞാനും ഇങ്ങനെ തന്നെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൻ്റെ ഇടയിൽ നിന്ന് യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഫുള്ള് പുറത്തേക്ക് ഇറങ്ങണതും അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്ത് ഇറങ്ങണ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ ബോണ്ടായിട്ട് മാത്രം മാറി. അവിടെ മീൻ ചെയ്യണത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ബാഡാണെങ്കിൽ ഓലൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്, നമ്മൾ ഓലപ്പം പുറത്ത് ഇറങ്ങരുത് അല്ലെങ്കിൽ ഓലപ്പം ടൈം സ്പെൻഡ് ചെയ്തതെന്നല്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഓലായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണ കുറച്ചിട്ട് നമ്മളെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഓലെന്ത് ചെയ്യുക ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അങ്ങനത്തെ ബാഡായിട്ടുള്ള ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് അവിടെ വേറെ ഗുഡായിട്ടുള്ള ഫ്രണ്ട്സിനെ റിപ്ലേസ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്താലും നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓല് ബാഡായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടോ നമ്മൾ ബാഡായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഈ ഡ്രഗ് എല്ലാവരും യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട് സർക്കിളിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻവയോൺമെൻറ്റിൽ എന്താണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മളുള്ളത്, എൻവയോൺമെൻറ്റിൽ എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മളെ ചുറ്റുപാടുള്ളത്, ഓലൊക്കെ അനുസരിച്ചായിരിക്കും നമ്മളെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളെ സംഭവങ്ങളൊക്കെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, യു ആർ ദി ആവറേജ് ഓഫ് 5 പീപ്പിൾ യു സ്പെൻഡ് ടൈം വിത്ത്. ഇപ്പോൾ നിങ്ങൾ കുറേ ഓണ്ടർപ്രണേഴ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓലതായിട്ട് ഷിഫ്റ്റ് ആവും. എന്ന പോലെ തന്നെ നമ്മളെപ്പോഴും ഈ ഡ്രഗ് ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളെ കൂടെയാണ് നമ്മൾ ലൈഫ് എന്നുണ്ടെങ്കിൽ 80% നമ്മളും ആ സംഭവം യൂസ് ചെയ്യാനും അതിന് അഡിക്റ്റീവായും പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇവിടെ സൈക്കോളജിയും സയൻസൊക്കെ പറയണത്. പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ എത്ര സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിലെ ക്യൂസ് കിട്ടുകയാണ്, നമ്മൾ വീണ്ടും അത് കാണുകയാണ്, അത് വീണ്ടും യൂസ് ചെയ്യാല്ലേ ആ ഒരു ചാൻസ്, ആ ഒരു നമ്മളെത്ര സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മളെ മുന്നിൽ ആ സംഭവം കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിൽ ഞാൻ ചെയ്ത 2ാമത്തെ സ്റ്റെപ്പാണ്, നിങ്ങൾ ചെയ്യേണ്ട 2ാമത്തെ സ്റ്റെപ്പാണ് കട്ട് ആൾ ടൈപ്പ് ഓഫ് ക്യൂസ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞു വന്ന പോയിൻറ്റിൻ്റെ ബാക്കി പോയിൻ്റ് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ എൻവയോൺമെൻറ്റിൽ കാണുന്ന ഒരു സംഭവം നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു. എന്ന പോലെ തന്നെ ക്യൂസ് വരും നമുക്ക്. ക്യൂസ് ട്രിഗർ, ഈ സംഭവം ചെയ്യാനുള്ള ട്രിഗർ. മേ ബി നിങ്ങൾക്കിപ്പോൾ സ്മോക്ക് ചെയ്യാനുള്ള ട്രിഗർ വരുന്നത് നിങ്ങളെ ജോലിയിലെ പ്രഷറാവാം, അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കി. നമ്മൾ എപ്പോഴും മിക്ക ടൈമിലും നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യണത് ഇപ്പോൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റിനാണെങ്കിൽ പോലും കൂടുതൽ നമ്മൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് വരുന്നത് നമുക്ക് എന്തെങ്കിലും ഡിപ്രഷൻ, ആങ്സൈറ്റി, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ്, പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ക്യൂസിനെ, ആ ഒരു ട്രിഗറിനെ കട്ട് ചെയ്യാം. മേ ബി നിങ്ങളെ ജോലിയുടെ സ്ട്രെസ് ആവാം, നിങ്ങളെ റിലേഷൻ്റെ ആവാം, ഞാൻ പറഞ്ഞ മാതിരി
ഏത് സംഭവമാണോ അത് മനസ്സിലാക്കുക. അതായത് നിങ്ങളെ ഇങ്ങനത്തെ സ്മോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യാൻ തോന്നിപ്പിക്കണേ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യണ ഏതൊരു സംഭവമാണോ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്യാം. ഇപ്പോൾ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ എൻവയോൺമെൻറ്റ് സെറ്റാക്കുക. നിങ്ങളെ സർക്കിൾ ഇങ്ങനെ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളോ അങ്ങനത്തെ ഒരാളായി മാറും. അത് നിങ്ങളെ തെറ്റോ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ തെറ്റോ അല്ല, അത് നിങ്ങളെ എൻവയോൺമെൻ്റ് ആണ്. എൻവയോൺമെൻറ്റ് അനുസരിച്ച് കാരണം നമ്മളെ ബിഹേവിയർ നമ്മളെ ഹാബിറ്റൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുക. സോ അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ സർക്കിളാണ്. രണ്ടാമതായിട്ട് നിങ്ങളെ ഈ സംഭവത്തിലേക്ക് നയിക്കണേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചോദ്യം വരുന്നുണ്ടാവും, ഒരു ഫ്രണ്ട് സർക്കിളും ഇല്ലാതെ വീട്ടിൽ ഇരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കണം ആൾക്ക് വരെ ഈ അഡിക്ഷൻ ഉണ്ടല്ലോ എന്ന്. അതിനാണ് ഞാൻ ഈ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. നമ്മളെ ക്യൂസ് ചെയ്യണം, നമ്മൾ ട്രിഗർ ചെയ്യണം. ഈ സംഭവം യൂസ് ചെയ്യാൻ നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ മറ്റൊരു ചങ്ങായി ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം എനിക്കും അങ്ങനെ ചെയ്യണം, ആ ഒരു മാസമാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതായാലും ആ ട്രിഗർ ക്യൂസ് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്യാം. ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സംഭവമാണ്, മൂന്നാമതായിട്ട് ഞാൻ ചെയ്ത സംഭവമായിരുന്നു. ഇതാണ് എന്നെ നല്ല രീതിയിൽ ഈ സംഭവത്തിൽ അഡിക്ഷനൊന്നും മാറ്റാൻ എന്നെ സഹായിച്ചതും സിമ്പിളായിട്ടുള്ള സംഭവമാണ് സെറ്റ് ഗോൾസ്. നമ്മളെ ലൈഫിന് ഒരു പർപ്പസ് ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഗോളില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഷെഡ്യൂളൊന്നും ഉണ്ടാവില്ല. എപ്പോൾ എണീക്കണം, എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെ ടൈമൊക്കെ ആര് കൂടുതലെടുക്കും, പുറത്തത്തെ ആൾക്കാർ കൂടുതലെടുക്കും. വാ പുറത്തേക്ക് ഇറങ്ങുക, അങ്ങനെ ഇറങ്ങും. നമ്മളെന്ത് ചെയ്യും, കൂടുതൽ ഡ്രഗ് സംഭവങ്ങൾ യൂസ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേ നിങ്ങൾ ആ ഗോളിനും വേണ്ടി അലൈൻ ചെയ്യും, അതിന് വേണ്ടി വർക്ക് ചെയ്യാണ്. ഇന്ന സമയത്ത് എണീക്കണം, എണീറ്റോടെ ഈ സംഭവം ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഈ വർക്ക് കഴിഞ്ഞിട്ട് ഈ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ ഡേ ഫുള്ള് എന്ത് ചെയ്യണം, നമ്മളൊരു ബിസി മാൻ ആയിക്കാരം. കൂടുതൽ നമ്മൾ എന്താവുക, ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യാനോ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഇറങ്ങാനോ നമുക്ക് കൂടുതൽ ടൈം കിട്ടില്ല. കൂടുതൽ നമ്മളെ ടൈം നമ്മളെ പൈസ നമ്മൾ കൂടുതൽ ചിലവാക്കുക എന്ത് ചെയ്യാരം, നമ്മൾ ഈ ഗോളിനും വേണ്ടിയിട്ടേക്കാരം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവത്തിൻ്റെ ആ ഒരു യൂസ് ചെയ്യണ ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യണ ആ ഒരു അളവ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു വരും. ഇതിപ്പോൾ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ ഡ്രഗൊക്കെ യൂസ് ചെയ്തിരുന്നു. കുറച്ച് ഇങ്ങനെ യൂസ് ചെയ്തു. ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സമയത്തായിരുന്നു. ഇപ്പോൾ ഒരു 6 മന്ത് ആയപ്പോൾ ഞാൻ ഈ കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങിയപ്പോൾ എന്തായി, ഇതിൻ്റെ ടൈം അല്ലെങ്കിൽ എൻ്റെ പൈസ കൂടുതലും ഇതിനു വേണ്ടി ചിലവാക്കാൻ. ഇപ്പോൾ പൈസ കിട്ടി കഴിഞ്ഞാൽ എന്താവും, ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ടൈം കിട്ടി കഴിഞ്ഞാലോ ഇങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ഷൂട്ടിങ്, ഇങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് എന്ത് ചെയ്യാറ് ഞാൻ ബിസി ചെയ്യാറ്. എന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിലൊരു എന്ത് ചെയ്യുക, പർപ്പസ് സെറ്റ് ചെയ്യുക, അതിനെ അലൈൻ ചെയ്തിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് എന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാജുവലി നമ്മളെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി നിർത്തുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് കുറച്ച് ലെസൺസ്, എൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെയുണ്ട് ഡ്രഗ് അഡിക്ഷൻ നിർത്തിയെന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി റിസർച്ച് ചെയ്തുകൊണ്ട് ഒന്നുകൂടി ഒരു നല്ലൊരു വീഡിയോ, നല്ലൊരു ലെങ്ത്തുള്ളൊരു വീഡിയോ, 1 hour ഒരു വീഡിയോ ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ പെർഫോം ചെയ്യണോ എന്നനുസരിച്ചായിരിക്കണം അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാക്സിമം എന്താ, നിങ്ങൾ ഈ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദി അനദർ വീഡിയോ.